നമസ്കാരം. ഇത് കുട്ടിപ്പുരാണം. പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടു നോക്കൂ. രാമായണ കഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ശ്രീരാമനായി അയോധ്യയിൽ അവതരിച്ചു. ത്രയംബകം കുലച്ച് സീതാദേവിയെ വിവാഹം ചെയ്തു. വനവാസ സമയത്ത് സീതയെ രാവണൻ അപഹരിച്ചു. സുഗ്രീവൻ്റെ സഹായത്തോടെ ലങ്കയിൽ ചെന്ന് രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്തു. അയോധ്യയിൽ തിരിച്ചെത്തി അയോധ്യയിലെ മഹാരാജാവായി അഭിഷിക്തനായി. ഇത് കഴിഞ്ഞുള്ള കഥയാണ് ഉത്തരരാമായണം. അഭിഷേകം കഴിഞ്ഞ് ശ്രീരാമൻ 14 ലോകങ്ങളും പാലിച്ചു കഴിയുമ്പോൾ ഒരു ദിവസം കേമന്മാരായ മഹർഷിമാരെല്ലാവരും കൂടെ ശ്രീരാമനെ കാണാൻ ചെന്നു. ശ്രീരാമൻ എല്ലാവരെയും വേണ്ട പോലെ സൽക്കരിച്ചിരുത്തി സുഖവിവരം അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങ് രാവണനെയും രാക്ഷസന്മാരെയും ഒക്കെ കൊന്നതുകൊണ്ട് എല്ലാവർക്കും പരമസുഖം. എല്ലാ ലോകവും ജയിക്കാൻ പറ്റുന്ന താങ്കൾ രാവണനെ കൊന്നത് വലിയ അത്ഭുതമൊന്നുമല്ല. പക്ഷേ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ കൊന്നതാണ് അത്ഭുതം എന്ന്. അപ്പോൾ ശ്രീരാമൻ ചോദിച്ചു, അതെന്താ, രാവണനേക്കാൾ കേമനാണോ മകൻ ഇന്ദ്രജിത്ത്? അങ്ങനെ പറയാൻ എന്താ കാരണം എന്ന്. അപ്പോൾ അഗസ്ത്യൻ രാവണനെക്കുറിച്ചും രാവണി, അതായത് ഇന്ദ്രജിത്തിനെക്കുറിച്ചും രാക്ഷസകുലം ഉണ്ടായതിനെക്കുറിച്ചുമൊക്കെ ശ്രീരാമന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥകളാണ് ഉത്തരരാമായണത്തിൽ വരുന്നത്.